ബോളിവുഡ് ആക്ടർ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ കഴിഞ്ഞ രാത്രി കള്ളൻ കയറി. കള്ളൻ കയറുന്നത് മാത്രമല്ല, കള്ളൻ ഗുരുതരമായി തന്നെ കുത്തി പരിക്കേൽപ്പിച്ചു ഈ സിനിമ താരത്തെ. അപ്പോൾ ഇങ്ങനെ കള്ളന്മാർ ഈ ബോംബെയിലായിക്കോട്ടെ, ഡൽഹിയിലായിക്കോട്ടെ, നമ്മുടെ കൊച്ചു കേരളത്തിലായിക്കോട്ടെ, പെട്ടെന്ന് മുന്നിലേക്ക് വന്നാൽ ഒരു വീട്ടുകാർ എന്ത് ചെയ്യും? ബോംബെയിൽ മാത്രമല്ല, ബാംഗ്ലൂരെ വാർത്ത കണ്ടോ? ബാംഗ്ലൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATMകളിൽ പണം നിറയ്ക്കാനുള്ള വാഹനം സ്വകാര്യ ഏജൻസികളിലാണല്ലോ ഏൽപ്പിക്കുന്നത്. അതെ. പല ഏജൻസികളുണ്ട്. അവരവരുടെ ജീപ്പിൽ 93 ലക്ഷം രൂപയായിട്ട് പോകുമ്പോൾ ബൈക്കിൽ വന്ന 2 പേർ ഈ സെക്യൂരിറ്റിക്കാരെ വെടിവെച്ച് വന്നു. 93 ലക്ഷം രൂപയായിട്ട് പോയി. ഇപ്പോൾ കുറച്ച് അന്വേഷണം നടത്തിയിട്ട് ഈ 93 ലക്ഷം രൂപയൊക്കെ അങ്ങനെ കള്ളന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പിടിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ വിഡ്ഢികളായ കള്ളന്മാരായതുകൊണ്ടാണ്. കാരണം ATMൽ നിറയ്ക്കാൻ കൊണ്ടുപോകുന്ന നോട്ടിൻ്റെ സീരിയൽ നമ്പറൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പിന്നീട് ആ നോട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടാൽ ആ നോട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ആളെ പിടിക്കും. അപ്പോൾ ഈ പാവപ്പെട്ട സെക്യൂരിറ്റിക്കാർ അവർ സർക്കാർ ജീവനക്കാരോ ബാങ്കിൻ്റെ ജീവനക്കാരോ ഒന്നും ആയിരിക്കത്തില്ല. പ്രൈവറ്റ് ഏജൻസി ആയതുകൊണ്ട് സ്വകാര്യ സെക്യൂരിറ്റി സർവീസിലെ ഏജന്റുമാരെയാണ് ഏൽപ്പിക്കുന്നത്. ഇവന്മാർ വന്ന് തടയാൻ ശ്രമിക്കുമ്പോൾ ഇവർ വെടിവെക്കും. ഈ സെക്യൂരിറ്റിക്കാർ മോഷ്ടാക്കളെ തടയാൻ ശ്രമിക്കും, അവർ വെടിയേറ്റ് മരിക്കുന്നു. അവസാനം എന്ത് പറ്റും? സർക്കാരിന് മിക്കവാറും പൈസ തിരിച്ചു കിട്ടും. ഈ 2 സെക്യൂരിറ്റിക്കാർക്ക് ജീവൻ പോയത് മിച്ചം. ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏതാനും മില്ലിമീറ്റർ കൂടി ആ കത്തിയല്ല, ആക്സോ ബ്ലേഡ് എന്നാണ് ഞാൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ കണ്ടത്. മനോരമയിലെ ഗ്രാഫിക്സിനകത്ത് ഒരു വലിയ കത്തി, മലപ്പുറം കത്തി പോലത്തെ ഒരു കത്തി പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ തുമ്പൊടിഞ്ഞ് ശരീരത്തിനുള്ളിലിരുന്നു. അത് സർജറി ചെയ്താണ് മാറ്റിയത്. അപ്പോൾ അത് സംഭവം പറയുന്നത് ഇയാളുടെ 13 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, അതിലെ 4 നിലകൾ സെയ്ഫ് അലി ഖാൻ്റെ സ്വകാര്യ പാർപ്പിട സമുച്ചയമാണ്. ഇദ്ദേഹം താമസിക്കുന്ന ഒന്ന് ഗസ്റ്റുകൾക്ക് വേണ്ടി ഒരു അപ്പാർട്ട്മെൻറ്റ്, മറ്റൊന്ന് ജിമ്മും ഒക്കെ, പിന്നൊന്ന് അവിടുത്തെ സെർവൻസിന് താമസിക്കാൻ വേണ്ടി. അതിനകത്തൊരു മലയാളിയാണെന്ന് തോന്നുന്ന, പേര് കേട്ടാൽ മലയാളിയാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീയാണ് ഒരു സെർവൻ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ രാത്രി കള്ളൻ വരുന്നു. കള്ളം വന്ന് മുറിക്കുള്ളിൽ കയറുമ്പോഴത്തേക്ക് ബാത്റൂമിൻ്റെ അവിടെ ഒരു ചലനവും ശബ്ദവും കേട്ട് ഈ പറയുന്ന മലയാളി പേരുള്ള ഈ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഉണരുന്നു. അവർ നോക്കുമ്പോൾ അവരെ ആക്രമിക്കുന്ന അങ്ങനെയല്ല, സെയ്ഫ് അലി ഖാൻ്റെയും കരീനയുടെയും ചെറിയ കുഞ്ഞ് താമസിക്കുന്ന മുറിയിലേക്ക്, ജഹാംഗീർ എന്നാണ് കുട്ടിയുടെ പേരെന്ന് തോന്നുന്നു, ആ കുട്ടിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ ഇവർ ഓടിച്ചെന്ന് തടയുന്നു. അയാളെടുത്ത് കത്തി, ഈ ആക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്ലേഡ് കനം കുറഞ്ഞ ഒരു വശത്ത് ഈ അരം പോലെയുള്ള മില്ലിലൊക്കെ ഉപയോഗിക്കുന്ന അതാണ് ആക്സോ ബ്ലേഡ് ആണെങ്കിൽ. ഞാൻ ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചത് ആക്സോ ബ്ലേഡ് എന്നാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഇവർക്ക് മുറിവേക്കുന്നു. ബഹളം കേട്ട് മറ്റ് 2 സർവൻസ് വരുന്നു. സെയ്ഫ് അലി ഖാൻ ഇറങ്ങി വരുന്നു. സെയ്ഫ് അലി ഖാൻ ഇയാളെ ആക്രമിക്കാൻ പോകുമ്പോഴത്തേക്ക് കുത്തുകൊള്ളുന്നു. ഇതാണ് സംഭവിച്ചത്. എനിക്ക് ഏറ്റവും ദുരൂഹമായി തോന്നിയത്, കുത്തേറ്റ് വീണിട്ട് സെയ്ഫ് അലി ഖാനെ പോലെയുള്ള അത്ര അതീവ സമ്പന്നനായ ബോളിവുഡ് താരത്തിനെ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷയിലാണ്. അവിടെ കാറില്ലേ, കരീനയ്ക്ക് കാർ ഓടിക്കാമല്ലോ, അവരുടെ വണ്ടി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേറെ ഒരു വണ്ടി എടുത്തെങ്കിൽ ഓട്ടോറിക്ഷയിൽ എന്തുകൊണ്ട് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. അവിടെ ഒരു മിസ്സിംഗ് ലിങ്ക്, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായൊരു സംശയം വരും, ആരും ആംബുലൻസ് വിളിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ഇവർക്ക് ഒന്നിലേറെ കാറുകളുണ്ടാവും, ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് കരീനയ്ക്ക് ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകാം. അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷയിൽ ഈ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വായിച്ച ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ അതൊന്നും ആവട്ടെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഒരു വീട്ടിലേക്ക് കള്ളൻ വരുന്നു. ഇപ്പോൾ ഒരിടത്തൊരു കള്ളൻ ഹൗസ് ബ്രേക്ക് ചെയ്ത് അവിടെ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി സംവിധാനങ്ങളില്ലാതെ ഈ ഫ്ലാറ്റിൽ കയറാൻ പറ്റില്ല. ഹൈ സെക്യൂരിറ്റി ഉള്ള ഫ്ലാറ്റാണ്. അയാൾ ഈ ഫയർ എസ്കേപ്പ്, ഈ തീപിടുത്തം ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ചുരുളൻ ഗോവണി ഉണ്ടല്ലോ, അതിൽ കയറി അകത്തേക്ക് വന്നു. കള്ളൻ മോഷ്ടിക്കാൻ വരുന്നത് ചുമ്മാ തോന്നിയിട്ടല്ലോ, തയ്യാറെടുപ്പോടെ. അതല്ലേ, തയ്യാറെടുപ്പോടെ വരുമ്പോഴത്തേക്ക് അവന് മോഷ്ടിക്കാൻ ഉദ്ദേശം ഉണ്ടാവും. അവന് 1 കോടി രൂപ ചോദിച്ചു എന്നാണ് പറയുന്നത്. അവന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ കുഞ്ഞിനെ എടുത്ത് കൈവച്ചിട്ട്, ഇളയ 4 മാസമോ മറ്റോ പ്രായമുള്ള, 4 മാസമോ 4 വയസ്സോ മറ്റോ ഉള്ള ചെറിയ ജഹാംഗീർ എന്നുള്ള കുഞ്ഞിനെ എടുക്കാനാണ് ഇവൻ പോയത്. വിലപേശാൻ വേണ്ടി കൊച്ചിനെ എടുത്ത് കൈവച്ചിട്ട് 1 കോടി രൂപ വേണമെന്ന് വിലപേശലായിരുന്നു ഇവൻ്റെ ഉദ്ദേശം. അപ്പോൾ അവൻ പ്രിപ്പയർഡാണ്, അല്ലേ, തയ്യാറെടുത്ത് വരികയാണ്. അവൻ്റെ കയ്യിൽ എന്ത് ആയുധമുണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു വീട്ടിൽ മോഷണത്തിന് വേണ്ടി ഒരാൾ വരുമ്പോൾ നമ്മൾ അവനോട് മൽപ്പിടുത്തത്തിന് പോകുന്നത് ബുദ്ധിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അവൻ എത്രമാത്രം പ്രിപ്പയർഡ് ആണെന്ന് നമുക്കറിയില്ല. നമ്മളൊട്ടും തയ്യാറെടുപ്പില്ലാത്തവരാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കള്ളം കയറിയാലും സംഭവിക്കാവുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ കള്ളം കയറിയാൽ നമ്മൾ ഉടനെ അവനോട് ഗുസ്തിക്ക് പോയാൽ അവൻ്റെ കയ്യിൽ എന്തൊക്കെ ആയുധമുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഉറക്കത്തിൽ എണീറ്റ് വരികയാണ്. അപ്പോൾ നമുക്ക് മാരകമായി പരിക്കേക്കാം, കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊന്നുണ്ട്, ഇത് പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കൈ കെട്ടി നിൽക്കണം. അല്ല, അങ്ങനെയല്ല. അത് സ്വാഭാവികമായും നമ്മൾ പ്രതിരോധിക്കാൻ, അവരെ കീഴ്പ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ കള്ളൻ നിരുപദ്രവകരമായി ആരെയും ഉപദ്രവിക്കാതെ മോഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ അവനോട് ഗുസ്തിക്ക് പോകുന്നത് ബുദ്ധിയല്ല എന്നത്
വളരെ വ്യക്തമാണ്. നമ്മളിപ്പോൾ ഒരു ATM കയറുകയാണ്. ഉം. ATM കയറി കാശ് എടുക്കുമ്പോൾ ഒരുത്തൻ പാഞ്ഞു വന്ന് നമ്മുടെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുക. നമ്മൾ അവനോട് ഗുസ്തിക്ക് പോയാൽ അവൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടെങ്കിൽ അവനെ കത്തി കയറ്റിയിട്ട് പോകും. അതെ. അപ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട നമ്മൾ മുൻകരുതൽ എന്ന് പറയുന്നത് വെറുതെ മണ്ടത്തരം കാണിക്കൽ മുൻകരുതലല്ല. അപ്പം കള്ളന്മാർ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ തയ്യാറെടുത്തല്ല വരുന്നത്, അവൻ തയ്യാറെടുത്താണ് വരേണ്ടത്. ഒന്നെങ്കിൽ ചെയ്യാവുന്നത് നമുക്ക് ഏറ്റവും നമ്മൾ സേഫായിട്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ള ആരെയെങ്കിലും ഒരു കള്ളൻ ആക്രമിക്കാൻ, ശാരീരികമായി ആക്രമിക്കുന്ന സ്ഥിതി വന്നാൽ നമ്മൾ ഇടപെടും. അത് നമ്മുടെ കയ്യിൽ ആയുധമുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. പക്ഷേ എപ്പോഴും നമ്മളൊരു കള്ളനെ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ കള്ളൻ നിരായുധനല്ല, അവൻ എന്തും ചെയ്യും, അവൻ പ്ലാൻ ചെയ്ത് വന്നതാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവണമെന്നാണ് ഈ ബോളിവുഡ് നടൻ്റെ ഉണ്ടായ അതിഭീകരമായ ആക്രമണം നമ്മളെ ബോധിപ്പിക്കുന്നത്. ഇവ പണ്ടൊക്കെ കള്ളന്മാർ വരുമ്പോൾ വലിയ കോടാലി വെട്ടുകത്തിയൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ കള്ളന്മാർ അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിൽ ഒരു ഹാൻഡ്സോ ബ്ലേഡ് ആയിരിക്കും, അതല്ലെങ്കിൽ അവൻ്റെ ഇരിക്കുന്ന സർജിക്കൽ ബ്ലേഡ് ആയിരിക്കും, വളരെ ഷാർപ്പായിട്ടുള്ള എന്നാൽ വളരെ ചെറുതുമായ സാധനം. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ അവൻ്റെ പോക്കറ്റിലോ ഉടുപ്പിനകത്തോ ഒക്കെ ഒളിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും. അത്തരത്തിൽ അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടുമെന്നൊരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ഒട്ടുമിക്ക പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുവരെ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ഒരു ബുദ്ധിമോശം കാണിക്കാതിരിക്കുക. അവന്റെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കള്ളൻ കയറിയിട്ടുണ്ട്, നമ്മൾ അവനെ പ്രതിരോധിക്കാൻ അവന്റെ കയ്യിലുള്ളതിനൊപ്പമോ അവന്റെ കയ്യിൽ ഉണ്ടാവുന്ന പരമാവധി കത്തിയായിരിക്കാം. അതെ. അപ്പൊ നമ്മൾ ഒരു കത്തിയായിട്ട് നിന്നാൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഉണ്ടായിരിക്കുക. അല്ലാതെ നമ്മൾ വെറും കൈയോടെ പോകുക എന്നുള്ളതല്ല. പിന്നെ മാത്രം വേറെ കാര്യകൂടെ ഉണ്ട്. നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞൊരു ആനുകൂല്യമുണ്ട് ക്രിമിനൽ നിയമത്തിൽ. നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വന്ന, ഒന്നാമത് ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറിയാണ്, അവൻ ട്രസ്പാസ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഭവനഭേദനം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ കുറ്റകൃത്യമാണ്. ജീവപര്യന്തം തടവ് കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഭവനഭേദനം. ഭവനഭേദനമാണ് ഒരു കള്ളൻ നടത്തിയിരിക്കുന്നത്. ഭവനഭേദനം നടത്തി നമ്മുടെ ജീവന് ആപത്തുണ്ടാവുന്ന ഒരു ആളെ നമുക്ക് കൊന്നുകളയാം. കാരണം അവൻ നമ്മളെ കൊല്ലും. നമ്മളെ ഒരാൾ കൊല്ലുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാം. അത് നമുക്ക് കുറ്റകൃത്യമല്ല. നമ്മുടെ നിയമത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമാണ്. പക്ഷേ ഒരു ഈർക്കിളി കൊണ്ട് അല്ലെങ്കിൽ ഒരു ചൂരവടിയായിട്ട് നമ്മളെ ഒരുത്തൻ ആക്രമിച്ചു വന്നാൽ അവനെ ഓലക്കടിച്ചു കൊല്ലുന്നത് പ്രൈവറ്റ് ഡിഫൻസ് അല്ല. അതായത് മതിയായ ബലം, എതിരാളി നമുക്കെതിരെ ഉപയോഗിക്കുന്ന മതിയായ ബലം ഉപയോഗിച്ച് നമുക്ക് ചെറുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നമ്മുടെ വീട് കുത്തി തുറന്ന് വീട് കൊള്ളയടിക്കാൻ വേണ്ടി ഒരുത്തൻ കയറി വന്നാൽ അവനെ നമുക്ക് ഏത് തരത്തിലും നേരിടാം. അതും ഒരു പരിമിതിയല്ല. അപ്പം നമുക്ക് പലർക്കും അറിയില്ല, നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാളെ കൊല്ലാൻ നമുക്ക് അവകാശമുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് കേരളത്തിൽ വന്ന കുറുവ സംഘങ്ങൾ ആലപ്പുഴയും കോട്ടയത്തുള്ള എറണാകുളത്തൊക്കെ പല വീടുകളിൽ വന്നു. ഇവർ ഈ ദേഹം മുഴുവൻ എണ്ണയൊക്കെ പിടിപ്പിച്ചിട്ട് അവർ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും അവലംബിച്ചവരെ, എന്നിട്ട് വീടിൻ്റെ പൈപ്പൊക്കെ തുറന്നു വിടുന്നു. എന്നിട്ട് വീടിൻ്റെ ബാക്കിലെ കഥവാണ് എപ്പോഴും അവർ തള്ളി തുറക്കാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരു സാധാരണ രീതിയിൽ ഒരു 4 പേരായിരിക്കും, അച്ഛനും അമ്മ 2 കുട്ടികളൊക്കെ. പെട്ടെന്ന് ഗൃഹനാഥനായാലും സ്തബ്ധയായി പോവുക, അല്ലെ സ്തബ്ധരായി പോവുകയല്ലേ ചെയ്തത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? സത്യത്തിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അല്ല, എനിക്ക് തോന്നുന്നത് അത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സാമാന്യ ഒരു ബോധം വേണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ നിരായുധരാണ്. നമ്മൾ പ്ലാൻഡ് അല്ല. എല്ലാ ദിവസവും ഇന്ന് രാത്രി 8 മണിക്ക് കള്ളൻ വരും, അവനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ കിടക്കുന്നത്. പക്ഷെ കള്ളൻ ഇന്ന് ഞാൻ ആ വീട്ടിൽ കയറും, എനിക്ക് അവിടെ നിന്ന് മോഷ്ടിക്കണം, എന്നെ ചിലപ്പോൾ അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഉണ്ട് അവനിട്ട് ഞാൻ പണി കൊടുക്കും എന്ന് തീരുമാനിച്ചാണ് കള്ളം വരുന്നത്. അത് നമുക്ക് ആദ്യം സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഒന്ന്, അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കള്ളം കയറി കഴിഞ്ഞാൽ അവൻ മറ്റു ഉപദ്രവമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ അടുത്ത് ഗുസ്തിക്ക് പോവാതെ നമ്മൾ സുരക്ഷിതരായിട്ടൊരു മുറിക്കാത്തിരിക്കുക എന്നതാണ് ഏറ്റവും സേഫ്. ഇത് പറയുമ്പോൾ നമ്മൾ കളിയാക്കരുത്. അവൻ എടുത്തിട്ട് പോകുന്നെങ്കിൽ പോവട്ടെ, നമ്മുടെ ജീവൻ അവൻ എടുത്തിട്ട് പോകുന്ന ഒരു 5 പവൻ്റെ സ്വർണ്ണമാണെങ്കിൽ ഇത് നമുക്ക് അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയായിരിക്കാം, വീണ്ടും അധ്വാനിച്ച് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ ജീവൻ പോയാലോ കുടുംബാംഗങ്ങൾക്ക് നഷ്ടം. പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റുപാടുള്ളവരെ അറിയിക്കാം. ഇപ്പോൾ ഹൗസിംഗ് കോളനിയൊക്കെ ആണെങ്കിൽ ചെയ്യാവുന്ന ഉണ്ടോയെന്നറിയാം, ചിലയിടത്തൊക്കെ ഉണ്ട്. ഒരു ഹൗസിംഗ് കോളനിയിൽ താമസിക്കുന്ന എല്ലാവരും ചേർത്ത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. അല്ലാതെ രാഷ്ട്രീയം പറയാൻ മാത്രം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ അടുത്ത ബന്ധുക്കളെയൊക്കെ ചേർത്തിട്ട് സുരക്ഷിതമായിട്ട് ഉള്ളത്തിരുന്നിട്ട് ഇങ്ങനെയുണ്ട്, എൻ്റെ വീട്ടിൽ കള്ളനുണ്ട്, എല്ലാവരും ഒന്ന് ചുറ്റും വരണമെന്ന് പറഞ്ഞാൽ ചുറ്റും ആളുകൾ വന്ന് ആ വീടൊന്ന് വളയുക. വീടൊന്ന് വളഞ്ഞു കഴിയുമ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ചാടി അവൻ്റെ മുന്നിൽ പെടരുത്. കാരണം അവൻ നോക്കുന്നത് ചുറ്റും ഞാൻ വളയപ്പെട്ടു, ഞാൻ പിടിക്കാൻ പോവാണ്, ഇവനാണ് കാരണം, ഇവനെ തട്ടിയേക്കാം എന്ന്
ഈ കള്ളൻ തീരുമാനിക്കും. തീരുമാനിക്കും, അതെ. അതുകൊണ്ട് പോലീസിനെ അറിയിക്കുക, പോലീസിന്റെ സഹായം നേടുക, ചുറ്റുപാടുമുള്ള ഒരു അറിയിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുറുവാ സംഘത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊന്നോർത്ത്. കുറുവാ സംഘം വരുന്നത് രാത്രിയിൽ പല ശബ്ദം ഉണ്ടാക്കും. വീട്ടിൽ ഗേറ്റ് തുറക്കുന്ന ശബ്ദം, കുഞ്ഞു കരയുന്ന ശബ്ദം, വാട്ടർ ടാപ്പ് തുറന്നു വെക്കും. ആ പുറത്തെവിടെയോ പൈപ്പിൽ വെള്ളം പോകുന്ന പോലെ. നമുക്കറിയാം, നമ്മൾ ഉറങ്ങാൻ നേരത്ത് വെള്ളത്തിന്റെ ശബ്ദം ഇല്ലെങ്കിൽ രാത്രി പിന്നീട് വെള്ളത്തിന്റെ ശബ്ദം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആരോ ടാപ്പ് തുറന്നു കാണുന്ന നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഓർക്കാതെ പോയി, അയ്യോ ടാപ്പിൽ വെള്ളം പോകുന്നു. നമ്മൾ ഉറങ്ങും മുമ്പ് ഈ ടാപ്പിൽ വെള്ളം പോകുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും ടാപ്പ് തുറന്ന് വെള്ളം പോകുന്നില്ലെന്ന് ഓർത്ത് പെട്ടെന്ന് കഥ നമുക്ക് തലക്കടി കൊള്ളും. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ വീടിന്റെ പുറത്ത് കാർപോർച്ചിലുണ്ടാവും കോടാലി, മറ്റേ മൺവെട്ടി, ഇത്തരം സാധനങ്ങൾ വെക്കാതിരിക്കുക. കാരണം ആയുധങ്ങൾ ഇപ്പോൾ കൊണ്ടു നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കള്ളന്മാർക്ക്. അതുകൊണ്ട് അവർ പ്രാദേശികമായി അതത് സ്ഥലത്തുനിന്ന് ആയുധങ്ങൾ എടുത്തിട്ടാണ് കുറുവാ സംഘം പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. പിന്നെ ചുറ്റും ഒന്ന് പരിശോധിച്ചാൽ എന്തെങ്കിലും കിട്ടും. അത്തരം സാധനങ്ങൾ പുറത്ത് വെക്കാതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഈ ചുറ്റുപാടുകളുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാത്ത ആരുമില്ല. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ ആളുകളെ അറിയിക്കുക. കള്ളൻ്റെ മുന്നിൽ പോയി പെടാതിരിക്കുക. കള്ളനെ നമുക്ക് വട്ടം പിടിച്ച് അവൻ പ്ലാൻ ചെയ്ത് വരുന്ന ഒരു കള്ളനെ നമ്മുടെ വീടിനുള്ളിൽ കയറി എന്നതുകൊണ്ട് പിടിച്ച് കീഴ്പ്പെടുത്താൻ പറ്റും എന്ന് കരുതുന്നത് മൗഢ്യമാണ്, പലപ്പോഴും അപകടകരമാണ്. സിനു പറഞ്ഞ പോലെ ദേഹത്ത് മുഴുവൻ എണ്ണ പരട്ടിക്കൊണ്ട് വരുന്നവനെ പിടിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ അടിതെറ്റി വീഴത്തുള്ളൂ. അവൻ തലക്കടിച്ചിട്ട് പോകും. അതുകൊണ്ട് കള്ളന്മാർ വീട്ടിൽ കയറിയാൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഓരോ മനുഷ്യനും ഉണ്ടാവണമെന്നാണ് സെയ്ഫ് അലി ഖാന്റെ കഥ പറയുന്നത്. അവിടെ കാണിച്ചത് എന്താണ്? ഈ വേലക്കാരിയെ ആക്രമിച്ചതെന്ന് കണ്ട് സെയ്ഫ് അലി ഖാനും ചാടി വീടും. ഇയാൾ കത്തിക്ക് കുത്തി. ചെറിയ 6 കുത്താണ്, 6 കുത്ത്, മാരകമായ കുത്ത്. ഇതങ്ങ് തുളഞ്ഞു കയറി അങ്ങ് പോകും. ചില കള്ളന്മാർ കൊണ്ടുവന്ന് സ്ക്രൂ ഡ്രൈവറാണ്. കുത്തി കയറിയ കരള്, ഹൃദയം ഒക്കെ തുളഞ്ഞു പോകും. വലിയ മുറിവുണ്ടാ, ചെറിയ മുറിവുകൊണ്ട് ആൾ മരിച്ചു പോകും. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കള്ളനെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ പണിയല്ല. അതേസമയം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ജീവൻ പോയാലും അവരെ രക്ഷിക്കാൻ നോക്കും. അത് മറ്റൊരു കാര്യം. ഞാൻ അങ്ങനെയല്ല. സ്വാഭാവികമായി ഒരു കള്ളൻ വന്നിട്ട് നമ്മുടെ ഭൗതിക വസ്തുക്കൾ മാത്രം എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു കള്ളൻ നിൽക്കുകയാണെങ്കിൽ അവനോട് ഗുസ്തിക്ക് പോകാതിരിക്കുക. ഇത് കള്ളന്മാരെ സഹായിക്കാൻ വേണ്ടി പറയുന്നതല്ല. കള്ളന്മാർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തതെന്ന് പറയരുത്. നമ്മുടെ പ്രേക്ഷകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യം, കൃത്യമായ അടച്ചുറപ്പുണ്ടെന്ന് നോക്കുക, സെക്യൂരിറ്റി സംവിധാനങ്ങൾ നോക്കുക, പുറത്ത് ആയുധങ്ങൾ വെക്കാതിരിക്കുക. സെയ്ഫ് അലി ഖാനെ പോലുള്ള ഒരാളുടെ വീട്ടിൽ എത്രയൊക്കെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടാവും, ആരുടെയെങ്കിലും ഒക്കെ സഹായം കിട്ടിയിട്ടുണ്ടാവണം. നമ്മൾ സൂക്ഷിക്കുക, ജാഗ്രത വേണം, ജാഗ്രത മതി. നമ്മൾ കള്ളനേക്കാൾ മിടുക്കനാണ് നമ്മളെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വിലയേറിയ ജീവനായിരിക്കും. വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങൾ നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാം, ജീവനാണ് കിട്ടില്ല. അതെ, ഇത് കള്ളന്മാർക്ക് വേണ്ടിയല്ല, നമ്മുടെ പ്രേക്ഷകരുടെ, നമ്മുടെ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. കള്ളന്മാർ എന്തും ചെയ്യും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിനിഷ്ഠൂരമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് കള്ളന്മാർ. നമ്മുടെ കൂടെയുള്ളവരെ സേഫാക്കിയിരുത്തുക, എല്ലാ വാതിലുകളും അടച്ച് കുറ്റിയിടുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.